ഇപ്പോൾ നമുക്ക് ജനം ടി വിയുടെ എം ഡി കൂടി എത്തി, ചെങ്കലിസ് രാജശേഖരൻ നായർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം സ്വാമി ആനന്ദവനം ഭാരതിയുമായും മോഹൻജിയുമായും എല്ലാം സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിരവധി പ്രമുഖരാണ് കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളായി ഇവിടേക്ക് ഇങ്ങനെ എത്തുന്നത്. സിനിമാ മേഖലയിൽ നിന്ന്, കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തു നിന്നൊക്കെയുള്ള പ്രമുഖർ ഇവിടേക്ക് ഇങ്ങനെ ഒഴുകി എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത്. അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നുള്ളത്, ജനം ടി വിയുടെ ഭാഗത്തു നിന്ന് നമ്മൾ ഇത് തത്സമയം സംപ്രേഷണം ചെയ്യുന്നതിനോടൊപ്പം ജനം ടി വിയുടെ അമരക്കാരായിട്ടുള്ള പ്രധാനപ്പെട്ട ഇപ്പോൾ എം ഡി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തി. അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എത്തുകയുണ്ടായി അല്ലേ? തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സജീവ് സാർ വന്നിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ നമ്മുടെ ചെയർമാൻ ജി സുരേഷ് കുമാർ ഇപ്പോൾ എം ഡി എത്തിയിരിക്കുകയാണ്. നമുക്കറിയാം ഇവിടുത്തെ പ്രേക്ഷകരുടെ അല്ലെങ്കിൽ ഇവിടെയുള്ള ഭക്തരുടെ നമ്മളോടുള്ളൊരു സമീപനം തന്നെ വലിയ രീതിയിൽ ജനം ടി വി എത്രത്തോളമാണ് അവർക്ക് പ്രിയപ്പെട്ടതെന്ന് കാണിച്ചത്. അതും നമുക്ക് ഈ ഒരു മഹോത്സവവുമായി ബന്ധപ്പെട്ട വലിയൊരു അനുഭവം തന്നെയാണ് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. കാരണം അത്രയേറെ മറ്റു മാധ്യമങ്ങളൊക്കെ ഈ ഒരു സനാതന എഴുന്നേൽപ്പ് അതിന് തമസ്കരിച്ചപ്പോൾ അതിന് നേരെ കൃത്യമായിട്ട് അവിടെ ജനം ടി വി മാത്രമാണ് ഓരോ ചടങ്ങുകളും കൃത്യമായിട്ട് ഈ തത്സമയം സംപ്രേഷണം ചെയ്തത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾക്കൊക്കെ ആ ഒരു സന്തോഷം ശില്പ നമ്മളോട് അവർ പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ്. ഇപ്പോൾ ഏതായാലും നമുക്ക് എം ഡിയോട് തന്നെ ചോദിക്കാം, എങ്ങനെയുണ്ട് സാർ ഇവിടെയുള്ള ഒരു അറ്റ്മോസ്ഫിയർ, ഒരു അനുഭവം എങ്ങനെയുണ്ട്? ഞാൻ ഇപ്പം വന്നതേ ഉള്ളൂ. എൻ്റെ അനുഭവം എന്ന് പറയുന്നത് ഇപ്പം ഇവരെ കണ്ടപ്പോൾ തന്നെ നമ്മളൊരു ചാർജായി. നമ്മൾ വളരെ ദിവസങ്ങളായിട്ട് കാണണമെന്ന് ആഗ്രഹിച്ചതാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ എത്രത്തോളം അത് നമ്മുടെ ആളുകളിലേക്ക് എത്തുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു ഗുണങ്ങളൊക്കെ? നമ്മളെ നാട്ടിലാണ് ഇതൊക്കെ നടക്കേണ്ടത്. അതിനെ ഇല്ലാതാക്കി വെച്ചിരിക്കുന്നതൊക്കെ ഇപ്പം തുടക്കമാണ്. അപ്പോൾ ഇനി അതങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നത്. നമ്മളെ ഭാരതപ്പുഴ കണ്ടപ്പോഴും തന്നെ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ എത്രയോ ശതമാനം നാട് വെറുതെ കിടക്കുന്നു എന്നുള്ളതിന് ഉദ്ഘാടനം വളരെ സന്തോഷമാണ്. സംഘാടകർ ഒരു 5000-ഓ 10,000-ഓ ഭക്തരെ പ്രതീക്ഷിച്ചൊരു പരിപാടിയാണ്. പക്ഷേ ഇപ്പോൾ ലക്ഷങ്ങളാണ് കഴിഞ്ഞ ഓരോ ദിവസങ്ങളിലും. 4 ലക്ഷം വരെ ഭക്തർ ഓരോ ദിവസം പങ്കെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതെങ്ങനെയാണ് കാണുന്നത്? നമ്മളെ ജനം ടിവിയിൽ എല്ലാവരും അറിയിച്ചു, പിന്നെ വരാതിരിക്കുമോ? അവരെയൊക്കെ തീർച്ചയായും ശബരിമലയിലും ആ ഇഷ്യൂ ഒക്കെ നമ്മളല്ലേ കാണിച്ചത്, പിന്നെ അതൊക്കെ തടസ്സം. തീർച്ചയായും ദൈവം കലിയുഗത്തിൽ എന്ന് പറയുമ്പോൾ ദൈവമായിട്ട് കാണിച്ചു തരുന്ന വഴികളാണ്. കാരണം ഈ സ്വാമിയാരൊക്കെ ഇവിടെ എത്തിക്കുന്നതും ഇങ്ങനെ കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതും ഒക്കെ നന്നായിരിക്കും. നിങ്ങൾക്കെല്ലാം ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവരും പറയാണ് ജനം ടി വി അതിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് എന്നെ വിളിച്ച് ഒരുപാട് അപ്രിസിയേഷൻ ഉണ്ട്. അതെല്ലാവരും നിങ്ങളെ അറിയിക്കുകയാണ്. തിരിച്ചു വന്നാൽ നിങ്ങളെ തീർച്ചയായിട്ടും നമ്മളൊരു പ്രത്യേക സ്വീകരണമൊക്കെ ഉണ്ട് ജനം ടി വി. താങ്ക് യു. ഏതായാലും നമുക്ക് ആ എം ഡിയുടെ വാക്കുകൾ നമുക്ക് ഏതായാലും വളരെ ഊർജ്ജം പകരുന്നതാണ് എന്നുള്ളതാണ് ശില്പ.